നമുക്കിന്ന് നല്ല മുരിഞ്ഞ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 4 സവോള എടുത്തിട്ടുണ്ട്. അത് നേരിയതായിട്ട് അരിഞ്ഞ് അതിലോട്ട് കുറച്ച് ഉപ്പ് പുരട്ടി ഒരു 5-10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞ ശേഷം വേറൊരു പാത്രത്തിലോട്ടാക്കി അതിലോട്ട് പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് അല്പം കായപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി കുഴക്കുമ്പോഴത്തേക്കും ഇതിലോട്ട് വേറെ വെള്ളം ഒന്നും ചേർക്കാതെ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ചേർത്തിട്ടില്ല, കാരണം നേരത്തെ നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്കിതുപോലെ ഉരുളകളാക്കി കൈയുടെ ഉള്ളം കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തി ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന നേരത്ത് തീ നമ്മൾ അധികം കൂട്ടിയും വെക്കരുത്, തീരെ കുറച്ചും വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതുപോലെ വറുത്ത് കോരി ഓരോന്നും മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ.